ഈ മറുകത്തവനാണ് ഇടത്തേലേ. മച്ചാൻ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നു, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. എങ്ങനെ ഓയ്യാ കാമബി ഓയ്യാ. ഹലോ മച്ചാന്മാരെ, മൂന്നാർ മച്ചാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ FC ബൈക്കിൻ്റെ അകത്ത് RS200 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ മച്ചാന്മാർ, ഇത് നമ്മുടെ RS200 ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഇത് നമ്മൾ ഹെൽമെറ്റോളജിസ്റ്റ് നിന്നാണ് മേടിച്ചത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ. 2 റൗണ്ട് നമ്മൾ ബാക്കിൽ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഫ്ലഷ് മൗണ്ടാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളത് ബാക്കിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ മച്ചാന്മാർ, നമുക്ക് ആദ്യം എൻ്റെ സീറ്റ് ഒന്ന് അയക്കണം കേട്ടോ. സീറ്റ് അയച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ടെയിൽ സെറ്റ് ചെയ്തത്, ഇൻഡിക്കേറ്റർ എങ്ങനെ സെറ്റ് ചെയ്തതെന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം കേട്ടോ. മച്ചന്മാർ, നമ്മളപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത്. ഈ ക്ലാമ്പിലോട്ട് നമുക്കിനി ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള നമുക്ക് റിമൂവ് ചെയ്യുകയും ചെയ്യാം, ആവശ്യമുള്ളപ്പോഴത്തേക്കും നമുക്ക് പുതിയ ഇൻഡിക്കേറ്റർ വയ്ക്കുകയും ചെയ്യാം കേട്ടോ. മച്ചാന്മാർ, ഇതാണ് നമ്മുടെ പഴയ ഇൻഡിക്കേറ്റർ. ഇത് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ നമ്മുടെ ഈ RSൻ്റെ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. 400 രൂപയാണ് വരുന്നത്. പക്ഷേ നമ്മളിത് ഹെൽമെറ്റോളജിസ്റ്റ് നിന്നാണ് എടുത്തത്. അപ്പോൾ അവർ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് കാണാം കേട്ടോ. മച്ചാന്മാരെ, നമ്മളങ്ങനെ നമ്മുടെ പുതിയ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അവസാനം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഈ ഒരു ലുക്കിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ മച്ചാന്മാർ, ഇത് എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാമ്പിൻ്റെ അകത്തോട്ട് ഇൻഡിക്കേറ്റർ കയറ്റി വെച്ചിട്ട് വാഷർ ഇട്ടിട്ട് നമ്മൾ നട്ടിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അത്രേ ഉള്ളൂ ഇതിൻ്റെ സെറ്റപ്പ്. മച്ചാന്മാരെ, നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ക്ലാമ്പിൻ്റെ ഇടയിൽ കൂടെ വയർ ഇട്ടുന്നു, വാഷർ ഇട്ടിട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങോട്ട് തിരിച്ചു വിടാം. അപ്പുറത്തോട്ടല്ലേ? വാഷറില്ലേ? അപ്പോൾ മച്ചാന്മാർ, നമ്മൾ 2 ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഈ പ്ലാസ്റ്റിക് കവറൊന്നും ഇപ്പോൾ പൊളിച്ച് കളയുന്നില്ല. നമുക്കിത് വയറിങ്ങൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പൊളിക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ വെറുതെ വെച്ചിട്ടുള്ളൂ, നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കണക്ഷനൊക്കെ കൊടുത്തിട്ട് അവസാനത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മച്ചാന്മാർ, നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഈ വയർ ഈ പ്ലഗ് ആയിട്ട് എത്തുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ആയിട്ട് ഒരു വയർ കൊടുത്താലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അത് സെറ്റ് ചെയ്യണം. അപ്പോൾ മച്ചാന്മാർ, നമ്മൾ എക്സ്ട്രാ വയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നീളത്തിലുള്ള വയർ തന്നെ എടുക്കണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മച്ചാന്മാർ, നമ്മൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ പ്ലഗ് പോയിന്റിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിനാണ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ഇപ്പുറത്തേയും കൂടി നമ്മൾ കണക്ഷൻ കൊടുക്കണം കേട്ടോ. നമ്മുടെ വയറിന് ഇച്ചിരി ലെങ്താണ്. നമ്മുടെ ഇത് RS200 ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത് ഇച്ചിരി കുറവാണ് കേട്ടോ. നമുക്ക് പ്ലഗ് പോയിൻ്റ് ഇച്ചിരി നീളത്തിൽ ഇവിടെയാണ് നമ്മുടെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇച്ചിരി അവിടെ നിന്ന് ഇച്ചിരി ലെങ്ത് ഉള്ളതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വയർ കൊടുത്തിട്ട് വേണം നമുക്കിത് സെറ്റാക്കി എടുക്കാൻ. അപ്പോൾ മച്ചാന്മാർ, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പ്ലഗ് പോയിൻറ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ എക്സ്ട്രാ വയർ നീട്ടി ഇവിടെ കൊടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കത്തുന്നുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോ മച്ചാന്മാർ, നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ വയറിങ്ങിൻ്റെ എന്തോ ഇതെന്നാണ് പറയണത്. ഇത് വല്ലതും കത്തിയോടെ? എങ്ങനെ ഓയ്യാ കാമബി ഓയ്യാ. അപ്പോൾ ഇവിടെ എന്തോ വയറിങ്ങിൻ്റെ എന്തോ ചെറിയ പണി കിട്ടിയാണ്, ലൈനെങ്ങാണ്ട് മാറിപ്പോയി. അപ്പോൾ ഒന്നുകൂടി അവിടെ അത് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, നീ ശരിയാക്കി തന്നാൽ മതി. അതുകൊണ്ട് അവിടെ വയറെങ്ങാണ്ട് മാറിപ്പോയി കേട്ടോ. കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്ക് മാറിപ്പോയി. അതിപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. അല്ല നടക്കുമോ? ഇപ്പം ശരി. നമ്മൾ വയറിങ്ങൊക്കെ നോക്കട്ടെ കേട്ടോ. കൊടുത്താ ഇട്ട് നോക്കി. ഓ മൈ ഗോഡ്,
ഇൻഡിക്കേറ്റർ ശരിയായിട്ടുണ്ട്, കത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ ആ നടന്നുണ്ട്. ഓക്കെ, സെറ്റ്. മച്ചവരെ നമ്മൾ വയറിംഗ് ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്നൊന്ന് ഊരി പോകാതിരിക്കാൻ വേണ്ടി നമ്മളതൊന്ന് ഇൻസുലേഷൻ ചെയ്ത് വിടാം കേട്ടോ. പക്ക നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരുന്നോളൂ സാധനം. ഈ മറുക വെക്കാത്തവനാണ് ഇടത്തേലേ. അപ്പോൾ മച്ചവരെ നമ്മളിതുപോലെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാത്ത ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ലൈനിനെ കുറിച്ച് വലിയ പിടുത്തമില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ കണക്ഷൻ കൊടുക്കുന്നത് നല്ലത്. കാരണം നമ്മളിതെല്ലാം ഊരി കഴിയുമ്പോൾ നമുക്ക് ഏത് വയറാണ് നമുക്ക് കൺഫ്യൂഷൻ ആകും കേട്ടോ. ഇഷ്ടംപോലെ ഇത് ലൈൻ പോകുന്നതുകൊണ്ട് ഏത് ലൈനും നമുക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നല്ലതായിരിക്കും കേട്ടോ. മച്ചന്മാർ നമ്മളങ്ങനെ വയറിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ സ്പേസ് നല്ല ക്ലിയർ ആയിട്ട് വെച്ചേക്കാം കേട്ടോ. വയറൊക്കെ നമ്മൾ ഒതുക്കി നല്ല സെറ്റാക്കി റബ്ബർ പാഡിംഗ് ഒക്കെ വെച്ച് നമ്മൾ നീറ്റായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സീറ്റൊക്കെ ലോക്ക് ചെയ്യാൻ നേരത്തുണ്ട് ഇവിടെ കയറി വയറങ്ങാനും കുരുങ്ങുവാണെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും പണിയാവും. സീറ്റ് തുറക്കാൻ പറ്റില്ല. മച്ചന്മാർ നമ്മളങ്ങനെ ഇൻഡിക്കേറ്ററിൻ്റെ കവർ വിളിക്കും കേട്ടോ. വിളിച്ചോ. ഓ മൈ ഗോഡ്, പൊളി സാധനം. നമുക്ക് ഇപ്പുറത്തെ തന്നെ പൊളിക്കാം കേട്ടോ. ഓ പൊളി. അപ്പോൾ മച്ചന്മാർ ഇതാണ് നമ്മുടെ രാത്രിയിൽ നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ വെട്ടം എന്ന് പറയുന്നത്. നല്ല അസാമാന്യമായ വെട്ടമാണ്, നല്ല വെട്ടമാണ് കേട്ടോ. നല്ല കണ്ണടിച്ച് പോകേണ്ട വെട്ടം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള മച്ചന്മാർ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.